2008 ജൂലൈ 30 ടിം മെക്ലിൻ എന്ന 22 വയസ്സുകാരൻ വീട്ടിൽ നിന്ന് ഗർഭിണിയായ ഗേൾഫ്രണ്ടിനെ കാണാൻ പോകുമായിരുന്നു. ബസ്സിലാണ് അവൻ യാത്ര ചെയ്തിരുന്നത്. രാത്രിയായതിനാൽ അവൻ പാട്ടൊക്കെ കേട്ട് ഉറങ്ങാൻ തുടങ്ങി. ഉറക്കത്തിനിടയിൽ അവന്റെ ദേഹത്ത് എന്തോ കുത്തി കയറി. അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്നയാൾ അവനെ വീണ്ടും ഒരു വലിയ കത്തി കൊണ്ട് കുത്തി. അവൻ അയാളെ തള്ളിമാറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ആ ബസ്സിലുണ്ടായിരുന്നവർ ടിമ്മിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ അയാൾ അവരെ ആക്രമിക്കാൻ വന്നു. ബസ്സിലെ യാത്രക്കാർ ഭയന്ന് ബസ്സിന് വെളിയിൽ ഇറങ്ങി. അയാൾ ടിമ്മിനെ കുത്തി കൊലപ്പെടുത്തി. അവന്റെ കഴുത്ത് വെട്ടി കയ്യിലെടുത്ത് ബസ്സിന് വെളിയിൽ നിന്ന് യാത്രക്കാരെ കാണിച്ചു. അവന്റെ ആന്തരികാവയവങ്ങൾ പുറത്തെടുത്തു. അപ്പോഴേക്കും യാത്രക്കാർ ബസ് വെളിയിൽ നിന്ന് പൂട്ടിയിട്ടു. അയാൾ ചില്ല് തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. വിൻസെന്റ് ലീ എന്ന ചൈനീസ് വംശജനായിരുന്നു ആക്രമണം നടത്തിയത്. ടിമ്മിന്റെ ചെവിയും മൂക്കും നാക്കുമെല്ലാം വിൻസെന്റിന്റെ പോക്കറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. ആന്തരികാവയവങ്ങളുടെ കുറച്ചു ഭാഗം കാണാതായിരുന്നു. അതവൻ ഭക്ഷിച്ചെന്ന് പിന്നീട് മനസ്സിലായി. എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ വിൻസെന്റ് രണ്ടാമത്തെ യേശുവാണെന്നും അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു എന്നും അന്യഗ്രഹ ജീവികൾ ആക്രമണം നടക്കാൻ പോകുവാണെന്നായിരുന്നു ശബ്ദം പറഞ്ഞത്. ആളുകളെ രക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നും വിൻസെന്റ് പറഞ്ഞു. അവന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് അയച്ചു.